सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः। धोभिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां ददाना हस्तेनैकेन पद्मं सिधमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखा वन्दे वाल्मीकिकोकिलम्। वाल्मीकिर्मुनिसिंहस्य कवितावनचारिणः शृण्वन् रामकथानादं को न याति परां गतिं यः पिबन् सततं रामचरितामृतसागरम्। अतृप्तस्तं मुनिं वन्दे प्राचेतसमकल्मषम्। गोष्पदीकृतवाराशिं मशकीकृतराक्षसं रामायणमहामाला रत्नं वन्दे अनिलात्मजम्। अञ्जनानन्दनं वीरं जानकीशोकनाशनं कपीशम् अक्षहन्तारं वन्दे लङ्काभयङ्करम्। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतं नमत राक्षसान्तकम्। तत्र लङ्कां समासाद्य पुरीं रावणपालिताम् ददर्श सीतां ध्यायन्तीम् अशोकवनिकां गताम्। ശ്രീമദ് രാമായണം, വാൽമീകി രാമായണം മുഖ്യമായിട്ട് നമ്മൾ നോക്കിയാൽ അത് പഠിച്ചവർക്കറിയാം. അതിൽ ഡയറക്റ്റ്ലി ജ്ഞാനത്തെ പറയണില്ല, തത്വം പറയണില്ല. എങ്ങനെ വേദം പറയേണ്ടത് പറയണോ അതുപോലെ കഥാരൂപത്തിൽ വാൽമീകി പറഞ്ഞു പോവുകയാണ്. ആ പറഞ്ഞു പോകണ ആളാരാ എന്ന് വെച്ചാൽ സ്വാധ്യായ നിരതനായിട്ടുള്ള ഒരു തപസ്വി. ആ തപസ്വി കഥ പറഞ്ഞാലും ആ കഥയിലൂടെ തത്വം ഉള്ളിൽ പ്രകാശിക്കണം. ഇവിടെ ഹനുമാൻ ലങ്കയിലേക്ക് പുപ്ലുവേ ലവണാർണവേ, ആ സമുദ്രം ഹനുമാൻ ചാടിക്കടക്കുകയാണ്. മറ്റു വാനരന്മാരൊക്കെ പറഞ്ഞു ഞാൻ ചാടും ഞാൻ ചാടും ഞാൻ ചാടും, എല്ലാവരും അല്ലേ. പൊതുവിൽ എല്ലാവരടുത്തും ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഞാൻ 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 ചെയ്യും ഞാൻ ചെയ്യും എന്ന് പറയും.
നമ്മൾ അടുത്തേക്ക് വന്ന് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവണത് അവരുടെ ബലം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇത്രയാണ് എൻ്റെ ബലം, ചിലപ്പോൾ എനിക്ക് കൂടുതലാണ് ബലം, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും, ഇങ്ങനെയൊക്കെ പറയും. ഒരു സന്ദർഭത്തില് മാർപ്പാപ്പ, ഒരു കഥ, രസകരമായ കഥ. ഇപ്പൊ മാർപ്പാപ്പയ്ക്ക് ഹൃദയത്തില് ഒരു പ്രോബ്ലം വന്നു, ഹൃദയ ശസ്ത്രക്രിയ ചെയ്യണം, ഹൃദയം മാറ്റിവെക്കണം എന്ന് പറഞ്ഞ് ഈ മാർപ്പാപ്പ ഒരിടത്ത് നിന്നിട്ട് ഇത് പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് ഹൃദയം ശസ്ത്രക്രിയ ചെയ്ത് ഹൃദയം മാറ്റിവെക്കണം, ആരെങ്കിലും ഹൃദയം തന്നാലേ അതിന് സാധ്യമുള്ളൂ. ഡയറക്റ്റ്ലി മാർപ്പാപ്പ ചോദിച്ചില്ല. അപ്പൊ താഴെ നിന്ന ആൾക്കൂട്ടങ്ങൾ മുഴുവൻ പറഞ്ഞു, ഞാൻ തരാം, ഞാൻ തരാം, ഞാൻ തരാം. അപ്പൊ മാർപ്പാപ്പയ്ക്ക് വലിയ സന്തോഷമായി. പക്ഷേ ഒരു വിഷമമുണ്ട്, ഞാൻ തരാം എന്ന് എല്ലാവരും പറയണു, ഇതിൽ ഒരാളെ സെലക്ട് ചെയ്താൽ മറ്റൊരാൾക്ക് പ്രോബ്ലം ഇല്ലേ? അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം എനിക്ക് മനസ്സിലായി, പക്ഷേ എല്ലാവരുടെ ഒന്നും എനിക്ക് ഹൃദയം വാങ്ങിക്കാൻ പറ്റില്ല, ആരെങ്കിലും ഒരാൾ വേണം എനിക്ക് തരാൻ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ, ഇവിടെ നിന്ന് ഒരു തൂവാല അങ്ങോട്ട് ഇടും. ഈ തൂവാല ആരുടെ ദേഹത്താണോ അല്ലെങ്കിൽ ആരുടെ ശിരസിലാണോ വീണത് അവര് എനിക്ക് ഹൃദയം തരണം. എല്ലാവരും പറയണത് കൊണ്ടാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ഈ തൂവാല അങ്ങോട്ട് ഇട്ടു. ആ തുവാല അങ്ങോട്ട് ഇട്ടപ്പോഴേ ഞാൻ തരാം, ഞാൻ തരാം, ഞാൻ തരാം, ഞാൻ തരാം എന്നുള്ള ശബ്ദത്തിന്റെ ഇടയിൽ ഫൂ 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 എന്നൊരു ശബ്ദം. എന്താന്ന് വെച്ചാൽ അവനവന്റെ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടി ഊതാണ് അല്ലേ? അപ്പൊ അതുപോലെ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാം ചെയ്യും എന്ന് പറയും. ചിലരുണ്ടല്ലോ, അവരുടെ വീര്യം അറിയാതെ നിർമ്മലമായിട്ടിരിക്കും. അവരുടെ വീര്യം അറിയാതിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് തൻ്റെ ഉള്ളിലെ ആത്മവീര്യത്തിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വയമേവ ഉത്തേജനം വരും. സ്വയമേവ ഉത്തിഷ്ഠത, ജാഗ്രത. ഇതാണ് ഉപനിഷത്തൊക്കെ ചെയ്യണത്. ആരാ ഇതിനെ ഉത്തേജിപ്പിക്കണത് എന്ന് പറഞ്ഞാൽ ഉപനിഷത്താണ് ഉത്തേജിപ്പിക്കണത്. ഉപനിഷത്ത് എന്തു പറയണു? ആത്മനാവിന്ദതേ വീര്യം വിദ്യയാവിന്ദതേ അമൃതം. ആത്മനാവിന്ദതേ വീര്യം, ആത്മാവിലാണ് വീര്യം എന്ന് ഉപനിഷത്ത് പറഞ്ഞു തരുമ്പോൾ ആ ഉപനിഷത്ത് പ്രോക്തമായ വാക്കുണ്ടല്ലോ, ഉള്ളില് ആ ആത്മ തേജസ്സിനെ, ആ ആത്മബലത്തെ നമ്മളെ ഒരു റെക്കഗ്നൈസ് ചെയ്യിപ്പിച്ച് നമ്മൾ ഉയരണു, പറക്കണു. ഇതിനെ രമണ ഭഗവാൻ തമിഴില് ഉന്തീപര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉന്തീപര, ഉപദേശ ഉന്തിയാർ എന്നാണ് ഒരു ഉപദേശ സാരത്തിന് ഭഗവാൻ തമിഴില് പേര് കൊടുത്തിരിക്കുന്നത്. ഉപദേശ ഉന്തിയാർ. എന്താ ഉന്തീപര എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഊന്നി നിന്നുകൊണ്ട് പറക്കല് എന്ന് വെച്ചാൽ ആ മഹഃ പുച്ഛം പ്രതിഷ്ഠ, ആ ബ്രഹ്മത്തില്, മഹഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, അല്ലെങ്കിൽ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് വേദം പറയുന്നു. ആ പുച്ഛം പ്രതിഷ്ഠമായിട്ടുള്ള ആ ആ ഫൗണ്ടേഷനിൽ ഊന്നി നിന്നുകൊണ്ട് ഉന്തി പറക്ക, ആ ആത്മാവില്, ആത്മാവിന്റെ വീര്യത്തില് ഉറച്ചു നിന്ന് ആത്മബലത്തോടു കൂടി ഹനുമാൻ ലങ്കയിലേക്ക് പറക്കുകയാണ്. നോക്കൂ, ഈ തത്വം ഇതിലൊക്കെ ഒളിഞ്ഞിരിക്കുകയാണ്. തപസ്വിയുടെ ഉള്ളിൽ നിന്നാണ് ഈ കഥ വന്നിരിക്കുന്നത്. രാമകഥ. എന്താ ഇത്? രാമ അയണം. ഈ തത്വത്തെ ദൃഢപ്പെടുത്തുന്നു ഈ കഥകൾ. അതുകൊണ്ടാണ് തത്വത്തിലേക്കുള്ള ആ ഒരു അയനം. രാമ എന്ന് പറഞ്ഞ ഒരു തത്വമാണ്, ആത്മതത്വം തന്നെയാണ്. പരമേശ്വരൻ പോലും ഉള്ളില് ആ രാമതത്വത്തെയാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവന്മാര് കൂടെയും സദാ ധ്യാനം ചെയ്യണത് ആ രാമമന്ത്രമാണ്, ആ രാമധ്യാനമാണ്. എന്ന് വെച്ചാൽ ആത്മധ്യാനം എന്നർത്ഥം. ആത്മാവിന്റെ വീര്യം കൊണ്ട് ഹനുമാൻ ലങ്കയിലേക്ക് എത്തിയിരിക്കുന്നു. പുരീം രാവണ പാലിതാം, രാവണനാൽ പാലിക്കപ്പെട്ട, പരിപാലനം ചെയ്തു വരണതായിട്ടുള്ള ആ ലങ്ക. ദദർശ സീതാം ധ്യായന്തി, അവിടെ പോയി സീതയെ തേടി പലയിടത്തും യാത്ര ചെയ്തു. അണിമാസിദ്ധി മഹിമാസിദ്ധി ഫസ്റ്റ് നമ്മൾ കാണേണ്ടത് ഹനുമാനിലാണ്.
ലളിതാ സഹസ്രനാമം പറയണ അണിമാസിദ്ധി മഹിമാസിദ്ധി. വളരെയധികം ഷോർട്ട് ആവാനും വളരെയധികം ബൃഹത്താവാനും ഹനുമാന് ആ ശക്തിയുണ്ട് അത്രേ. അതുകൊണ്ട് തന്നെ പോണ പോക്കിന് സമുദ്രത്തില് ഒരു അസുരനെ കണ്ടു. ആ അസുരന്റെ ഉള്ളില് വലിയ വലുതായതിനു ശേഷം പെട്ടെന്ന് അണിമാസിദ്ധി, ചെറിയ അണു പോലെ ആയിട്ട് ഇതിൻ്റെ വായ്ക്കകത്തൂടെ കയറി വെളിയിലൂടെ വന്നു അത്രേ. അതുപോലെ ഈ ലങ്കയിൽ ഈ അണിമാസിദ്ധിയോട് കൂടി തന്നെ ആയിരിക്കണം പോയിരിക്കുന്നത്. കാരണം സീതയെ തേടണം. നോക്കി അവിടെയുള്ള ലങ്കാപുരിയിലുള്ള ആൾക്കാരുടെ ഒക്കെ ഇടയില് അശോകവനിയില്, ശോകം എന്ന് പറഞ്ഞാൽ സങ്കടം എന്നർത്ഥം. അശോകം എന്ന് പറഞ്ഞാൽ ശോകമില്ലാത്ത ഒരു വനം. ആ വനത്തിലിരുന്ന ശോകമേ ഉണ്ടാവില്ല. ശോകാകുലയായിട്ടുള്ള സീതയെ അശോകവനിയിലാണ് ഇരുത്തിയിരിക്കുന്നത്. അവിടെ നോക്കിയപ്പോ ഒരു അമ്മ, ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ധ്യാനനിമഗ്നയായിട്ടിരിക്കണു അത്രേ. ധ്യാനനിരതയായിട്ടിരിക്കണു. ദദർശ സീതാം ധ്യായന്തി. നോക്കൂ, ഇവിടെയാണ് നമ്മുടെ വാൽമീകി രാമായണത്തിന്റെ മഹത്വം. വാൽമീകി സദാ രാമൻ, നമ്മളിപ്പോ രാമകഥയൊക്കെ എടുത്തു നോക്കിയാൽ ഇങ്ങോട്ട് ഇനിയിപ്പോ ഈ പ്രഥമ സർഗം കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ രാമൻ രാവിലെ സന്ധ്യാവന്ദനം ചെയ്യണു, ഉച്ചയ്ക്ക് സന്ധ്യാവന്ദനം ചെയ്യണു, വൈകുന്നേരം സന്ധ്യാവന്ദനം ചെയ്യണു. ആ തത്വത്തെ ദൃഢപ്പെടുത്താനുള്ള അനുഷ്ഠാനം, അതിനെ ആചാര്യസ്വാമികൾ അനുസ്ഥാനം എന്ന് തന്നെ പറഞ്ഞു. സദാ ഒരു സ്ഥാനത്തിലേക്കുള്ള പ്രയാണം അതിനെ കാണാം. നമുക്ക് സീത ധ്യാന നിമഗ്നമായിട്ടിരിക്കുന്നു. സീതാദേവി സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കണു എന്നും പറയും. ഞങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ എന്താ സന്ധ്യാവന്ദനം എന്ന് പറഞ്ഞാൽ ഗായത്രി ജപം എന്നല്ല. സന്ധ്യാവന്ദനം എന്ന് പറഞ്ഞാൽ ധ്യാനം എന്നർത്ഥം. അത് ഏതൊരു ജപമാണെങ്കിൽ കൂടെ, ഗായത്രി ജപമോ ഗായത്രി ഉപാസനയോ എല്ലാവർക്കും ഇല്ല. അപ്പൊ എന്താ സന്ധ്യാവന്ദനം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒരു മന്ത്രം ജപിക്കാം. ഉത്തമസ്തവാദ ഉച്ചമന്തത ചിത്തജം ജപ ധ്യാനമുത്തമം. സന്ധ്യ, അധ്യാശബ്ദം അവിടെ ധ്യാനം എന്ന് കുറിക്കണു. അതുപോലെ ധ്യാന നിമഗ്നയായിട്ടുള്ള സീതാദേവി ആരെ ധ്യാനിച്ചുകൊണ്ടിരിക്കണു? രാമനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഫോമിലുള്ള രാമനെ അല്ല, ആത്മധ്യാനമായിട്ട് ശോകനിമഗ്നയായിട്ടിരിക്കണ സീത ആ ശോകത്തിൽ നിന്നും ഉന്മൂലനമാവാൻ വേണ്ടി രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നു. അശോകവനികാം ഗതാം. അശോകവനികയിലേക്ക് ഹനുമാൻ അങ്ങോട്ട് കയറി. നിവേദയിത്വാഭിജ്ഞാനം പ്രവൃത്തിം വിനിവേദ്യ ച സമാശ്വാസ്യ ച വൈദേഹി മർദയാമാസ തോരണം. നിവേദയിത്വാഭിജ്ഞാനം. സീതയെ പോയി കണ്ടു. ഇടയിൽ നിറയെ കോൺവെർസേഷൻ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പൊ അർത്ഥം പറഞ്ഞു മാത്രം പോവാം. സീതയ്ക്ക് രാമൻ കൊടുത്തുവിട്ട അടയാള മോതിരം അങ്ങോട്ട് കൊടുത്തു. അത് സീതയെ ഏൽപ്പിച്ചു. ലങ്കയിലേക്ക് വരാനുള്ളതും ഇപ്പൊ രാമന്റെ അവസ്ഥയും ഒക്കെ പറഞ്ഞു. നമ്മളെല്ലാം കൂടെ ഉണ്ട്. രാമൻ സീതയെ തേടിയിരിക്കുകയാണ്. ആ കാര്യങ്ങളും ഉദ്യമങ്ങളും ഒക്കെ പറഞ്ഞ് ഈ വൈദേഹി, വൈദേഹി വിദേഹം, വിദേഹ നഗരത്തിൽ ജനിച്ചത് കൊണ്ട് വൈദേഹി എന്ന് പേര്. വിദേഹം എന്ന് പറഞ്ഞാൽ ദേഹമില്ലാത്തത്. ആരാ? ജനകൻ. ആ ജനകൻ ആരാ എന്ന് പറഞ്ഞാൽ വലിയ തത്വജ്ഞാനി. അവിടെ ജീവൻ മുക്തൻ, അതിന്റെ ലക്ഷണമാണ്. വിദേഹ നഗരത്തില് ജനകപുത്രിയായിട്ടുള്ള വൈദേഹി, വൈദേഹി, ജാനകി, വൈദേഹി ഒക്കെ സീതയ്ക്ക് ഒരു സിനോണിം, വേറൊരു പേര്.
നിവേദയിത്വാ വിജ്ഞാനം പ്രവൃത്തിം വിനിവേദ്യ ച. ഇനി എന്താ ചെയ്യാൻ പോണത് എന്നൊക്കെ പറഞ്ഞു. സമാശ്വാസ്യ ച വൈദേഹിം, നല്ലവണ്ണം ദേവിയെ ആശ്വസിപ്പിച്ചു. രാമൻ ദേവിയെ തേടി വരികയാണ്, അതുകൊണ്ട് ഭയപ്പെടണ്ട. രാമൻ എവിടെയാ ദേവി ഉള്ളതെന്ന് ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞു. മർദ്ദയാമാസ തോരണം, നേരെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതറിഞ്ഞ് ആ ഉദ്യാനത്തിന് പുറമേ ഉള്ള ഒരു വലിയൊരു കോട്ട, തോരണം എന്ന് പറഞ്ഞ കോട്ട, ആ കോട്ട മർദ്ദയാമാസ, കോട്ട തകർത്തു. ഇനി ലക്ഷ്യം ആരാന്ന് വെച്ചാൽ ഇത് ആരാ രാവണൻ എന്നൊന്ന് കാണണമല്ലോ. അതുകൊണ്ട് പഞ്ചസേനാഗ്രഗാൻ ഹത്വാ സപ്തമന്ത്രി സുതാനപി ശൂരമക്ഷം ച നിഷ്പിഷ്യ ഗ്രഹണം സമുപാഗമത്. പഞ്ചസേനാഗ്രഗാൻ ഹത്വാ, 5 സേനാധിപതിയെ വധിച്ചു. സപ്തമന്ത്രി സുതാനപി, 7 മന്ത്രിമാരെയും. ശൂരനായ അക്ഷകുമാരൻ, ശൂരമക്ഷം ച നിഷ്പിഷ്യ, ശൂരനായിട്ടുള്ള അക്ഷകുമാരൻ രാവണപുത്രനെ വധിച്ചു. ആ രാവണപുത്രനെ വധിച്ചിട്ട് ഗ്രഹണം സമുപാഗമത്, അവിടെ ആ 5 സേനകളെയും മന്ത്രിമാരെയും രാവണപുത്രനെയും ഒക്കെ അങ്ങോട്ട് ഇല്ലാതാക്കി. അസ്ത്രേണോന്മുക്തമാത്മാനം ജ്ഞാത്വാ പൈതാമഹാദ്വരാത് മർശയൻ രാക്ഷസാൻ വീരോ യന്ത്രിണസ്താൻ യദൃച്ഛയാ. അസ്ത്രേണോന്മുക്തമാത്മാനം, ഹനുമാന് ഒരു ലക്ഷ്യമുണ്ട്, രാവണനെ കാണണം. അപ്പൊ എന്താ വഴി എന്ന് വെച്ചാൽ പിടികൊടുക്കുക, അതാണ് വഴി. അങ്ങനെ ഹനുമാൻ പിടികൊടുക്കുകയാണ്. ഇവിടെ അസുരന്മാര് ഇന്ദ്രജിത്ത് കൊടുത്തതായിട്ടുള്ള ബ്രഹ്മാസ്ത്രം, ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാനെ ബന്ധിച്ചു. അപ്പൊ രാവണൻ മുന്നിൽ വരികയാണ്. രാവണനെ കാണണം. ഇതിലൊരു കഥയുണ്ട്. ബ്രഹ്മാസ്ത്രം, ബ്രഹ്മം എന്ന വാക്കിന് ഇവിടെ ബൃഹത്ത് എന്നർത്ഥം. ഏറ്റവും ബൃഹത്തായത്. നമ്മൾ എന്ത് ചെയ്യും? കാണപ്പെടുന്നതിനെ വച്ചിട്ടാണ് നമ്മുടെയൊക്കെ ഒരു കാൽക്കുലേഷൻ. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് വലിയ ബൃഹത്ത്, നമുക്ക് കാണാൻ പറ്റണതൊന്നും അല്ല. നതത്ര ചക്ഷുർഗച്ഛതി ന വാഗ്ഗച്ഛതി നോ മനോ ന വിദ്മോ ന വിജാനീമോ. അതിൻ്റെ അത്ര കണ്ണെത്തില്ല, കാതെത്തില്ല, അതിനെ അറിയാൻ പറ്റില്ല. കാരണം അറിവേ സ്വരൂപമാണ് എന്ന് ഉപനിഷത്ത് പറയണു. അതുപോലെ ഈ ബ്രഹ്മാസ്ത്രം ഒന്നും കാണാൻ പറ്റണില്ല. ഹനുമാൻ ഇനി അഭിനയിച്ചിരിക്കുന്നതാണോ എന്ന് അവർക്കൊരു ഡൗട്ടും. അങ്ങനെ എന്ത് ചെയ്തു? ഈ ബ്രഹ്മാസ്ത്രത്തിനെ ഡൗട്ട് ചെയ്തിട്ട് ഇവർ വലിയൊരു വടം കൊണ്ട് കെട്ടി. എത്ര ഹനുമാന് വലിയൊരു വടം കൊണ്ട് കെട്ടി. എപ്പോ ഈ വടം കൊണ്ട് കെട്ടിയോ ആ ബ്രഹ്മാസ്ത്രം അങ്ങോട്ട് അഴിഞ്ഞു പോയി. എന്ന് വെച്ചാൽ അനിരാകരണമസ്തു അനിരാകരണം മേ അസ്തു. ഈ ബ്രഹ്മവിദ്യ ഉണ്ടല്ലോ, നമ്മള് നിരാകരണം ചെയ്യാതിരിക്കാം, എങ്കിലേ അത് നമ്മളെ നിരാകരണം ചെയ്യാതിരിക്കുള്ളൂ, അല്ലേ? ഇപ്പൊ നമ്മളൊരു ഫ്രണ്ടിനെ നമ്മൾ വിശ്വസിക്കാതെ അവൻ നമ്മളെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഫസ്റ്റ് വി ഹാവ് ടു ട്രസ്റ്റ് ദം, ദെൻ ദേ വിൽ ട്രസ്റ്റ് us, അല്ലേ? അതുപോലെ ഒരു ബ്രിഡ്ജ് ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, അല്ലാതെ എനിക്ക് പോകാൻ മാത്രമാണ് ബ്രിഡ്ജ് എന്ന് പറയരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും വരണം. അതുപോലെ ഇവിടെ ആ ബ്രഹ്മാസ്ത്രത്തിനെ അവിശ്വസിച്ചു. ഇവർ വലിയൊരു വടത്തെ കൊണ്ട് കെട്ടി. ആ ബ്രഹ്മാസ്ത്രം അങ്ങോട്ട് വിട്ടുപോയി. ഹനുമാൻ നിഷ്പ്രയാസം ഇതിനെ പൊട്ടിച്ചു. അത്ര ജ്ഞാത്വാ പൈതാമഹാദ്വരാത്. അങ്ങനെ ഒരു കഥ ഇവിടെ രാമായണം പറയണ ഒരു കഥ, ആചാര്യന്മാരാലും പല ഗ്രന്ഥങ്ങളാലും ഒക്കെ പറയണ കഥയൊന്ന് കണക്ട് ചെയ്യണതാണ്. ഇവിടെ രാമായണം പറയണു, ബ്രഹ്മാവിൽ നിന്നും ഒരു വരം ഉണ്ടായിരുന്നു. ആരൊക്കെ ബന്ധിച്ചാലും ആ ബന്ധനത്തിൽ നിന്ന് മുക്തമാവാനുള്ളത്, ആ വരത്തോടു കൂടി ഈ ബന്ധമുക്തി, ഈ ബന്ധത്തിൽ നിന്നും ഒന്ന് മുക്തനായി ഹനുമാൻ. കാരണം ആ ബന്ധമുക്തി എന്ന് പറയണത് എന്താന്ന് വെച്ചാ,
അവധൂനനം എന്ന് പറയുന്നത്. എത്രയൊക്കെ വന്ന് ഒട്ടിപ്പിടിച്ചാലും ഒരു കുടച്ചില്ല എല്ലാം പോകും അത്ര. ഒന്നൊന്ന് ഷെയ്ക്ക് ചെയ്താൽ എല്ലാം പോയി അത്ര. എല്ലാം ഒട്ടിപ്പിടിച്ചത് മുഴുവൻ പോയി. നായിയൊക്കെ കണ്ട നായിക്കൊക്കെ മഴ പെയ്ത് നനഞ്ഞു കഴിഞ്ഞാൽ നായി എന്ത് ചെയ്തു? ഒരു കുട കുടഞ്ഞാൽ എല്ലാം പോകത്ര. ഒരു ഷെയ്ക്ക് അല്ലെ, ഒറ്റ ഷെയ്ക്കിലെല്ലാം പോകത്ര. മർഷയൻ രാക്ഷസൻ വീരഹാം, എല്ലാ രാക്ഷസന്മാരെയും അങ്ങോട്ട് മർദ്ദിച്ചു. യന്ത്രിണസ്താൻ യദൃച്ഛയാം തതോ ദദ്വാ പുരീം ലങ്കാം അമൃതേ സീതാം ച മൈഥിലീം രാമായ പ്രിയമാഖ്യാതും പുനരായാൻ മഹാകപിഃ തതോ ദദ്വാ പുരീം ലങ്കാം. ആ ലങ്കാപുരി അങ്ങോട്ട് കത്തിച്ചു, മുഴുവൻ അങ്ങോട്ട് ദഹിപ്പിച്ചു. എന്ന് വെച്ചാൽ വാലിൽ മുഴുവൻ അഗ്നി കൊണ്ട് എല്ലായിടത്തും കൊളുത്തി അത്ര. ലങ്ക മുഴുവൻ അങ്ങോട്ട് കത്തിച്ചു. അമൃതേ സീതാം ച മൈഥിലീം, സീത ഇരിക്കുന്ന ഇടം ഉണ്ടല്ലോ, അശോകവനി ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ദദ്വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കത്തിച്ചു. രാമായ പ്രിയമാഖ്യാതും, ഈ രാമന് പ്രിയപ്പെട്ടതായിട്ടുള്ള ഈ കഥ അല്ലേ, രാമൻ ഈസ് വെരി ക്യൂരിയസ്, വളരെയധികം ടെൻഷനായിട്ടിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ അവിടെ പോയി എന്തായി, സീതയെ കണ്ടോ, ഹനുമാൻ പോയിരിക്കുകയാണ്, എന്തായി കാണും ഇല്ലേ, ഒരു ടെൻഷൻ വരും. ഒരു ഉദ്യമത്തിന് ഇറങ്ങുമ്പോഴൊരു ടെൻഷൻ വരണത് പോലെ രാമൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് രാമന് പ്രിയപ്പെട്ടതായിട്ടുള്ള ഈ കഥ ഉണ്ടല്ലോ, ഈ കഥ പറയാൻ വേണ്ടിയിട്ട് പുനരായാൻ മഹാകപിഃ, തിരിച്ച് ആ കടലില് എങ്ങനെ പോയോ അതുപോലെ തിരിച്ച് ഇങ്ങട് രാമന്റെ അടുത്തേക്ക് വന്നു. സോഭിഗമ്യ മഹാത്മാനം കൃത്വാ രാമം പ്രദക്ഷിണം ന്യവേദയത് അമേയാത്മാ ദൃഷ്ട്വാ സീതേതി തത്വതഃ. സഹ അഭിഗമ്യ മഹാത്മാനം, അവിടെ തിരിച്ചു വന്ന് ഹനുമാൻ കൃത്വാ രാമം പ്രദക്ഷിണം, തന്റെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തു അത്രേ. രാമനാണ് നാഥൻ, ആ രാമൻ അങ്ങോട്ട് പ്രദക്ഷിണം ചെയ്യാണ് അത്രേ. രാമൻ എന്ന് പറഞ്ഞ തത്വം എന്നർത്ഥം. ഈ തത്വം എന്താ? ഇപ്പൊ നമ്മൾ തിരുവണ്ണാമലയിലൊക്കെ പോയാൽ ആ മലയെ പ്രദക്ഷിണം ചെയ്യും. എന്ന് വെച്ചാൽ മല എന്താ? ആത്മാ അല്ലേ. തേവതന്തി ഹൃദയം നാമ, അതിനെയാണ് അരുണാചലം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. രമണ മഹർഷി അരുണാചലത്തിന് ഇത് ഭൂമിയിൻ ഇതയം എന്ന് പറഞ്ഞു, ഈ ലോകത്തിന്റെ ഹൃദയമാണെന്ന് പറഞ്ഞു. അത് ആത്മാന്ന് തന്നെ പറഞ്ഞു അത്രേ. ഒരു സമയം ഭഗവാൻ ഇങ്ങനെ ആ മലയെ നോക്കിയിരിക്കും അത്രേ. ഒരാൾ ചോദിച്ചു, ഭഗവാനെ അണ്ണാമലയാറെ പാക്കറേളാ എന്ന് ചോദിച്ചു. അണ്ണാമലയെ കാണുകയാണോ നോക്കുകയാണോ എന്ന് ചോദിച്ചു അത്രേ. പറഞ്ഞു, ഇല്ല പോയി ഞാൻ എന്നേ പാക്കറേ, ഞാൻ എന്നെ തന്നെ നോക്കുകയാണ്, കാരണം ആത്മാവായിട്ട് കാണുന്നു അത്രേ. അതുപോലെ ആത്മാവിനെ ചുറ്റിപ്പറ്റി വരല്, അതാണ് ഈ ഗിരിപ്രദക്ഷിണം എന്ന് പറയുന്നത്. ഒരു ഗിരിപ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ആത്മവസ്തുവിനെ, വേദാന്തത്തെ വേറ വിളങ്കും വേദപ്പൊരുൾ അരുൾ അരുണാചല. ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, വേദാന്തത്തെ വേററ വിളങ്കും വേദപ്പൊരുൾ, വേദത്തിന്റെ പൊരുളാണ്. എന്താ വേദത്തിന്റെ പൊരുള്? അഹം അല്ലേ. വേദത്തിന്റെ പൊരുള് ഞാൻ എന്ന് പറഞ്ഞ് ആ സംവിത്ത്, ബോധം, സത്യം, ജ്ഞാനം, അനന്തം ഇതിലടക്കും. ഈ സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ, ബ്രഹ്മലക്ഷണം സത്യമാണ്, അത് ജ്ഞാനമാണ്, അത് ആനന്ദമാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി വരലെന്ന് പറഞ്ഞാൽ ആനന്ദത്തെ ചുറ്റിപ്പറ്റി വരലെന്ന് അർത്ഥം. അങ്ങനെ ഹനുമാൻ എന്ത് ചെയ്തു? തൻ്റെ മൂർത്തിയെ ചുറ്റിപ്പറ്റി അല്ലേ പ്രദക്ഷിണം ചെയ്ത് രാമ 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 ജപിച്ച് പ്രദക്ഷിണം ചെയ്ത് നമസ്കാരം ചെയ്ത് പറയാണ്, കണ്ടു ഭഗവാനെ. ഇത്രേ പറഞ്ഞോളൂ, കണ്ടു ഭഗവാനെ. രമണ ഭഗവാൻ പറഞ്ഞതും അതാണ്. ആ അരുണാചലത്തിനെ കണ്ടിട്ട് അചലമാ കണ്ടേ. ഇതിനൊരു വലിയ പൂർവ്വ പീഠികയുണ്ട്, ഒരു കഥയുണ്ട്. എന്താ കഥ എന്ന് പറഞ്ഞാൽ, രാമൻ ഇങ്ങനെ കരയണത് കണ്ടു, വലിയ
വലിയ സദ്വസ്തു, ജ്ഞാനി, ഇങ്ങനെയൊക്കെ കരയാമോ? നമ്മൾ കരുതും ജ്ഞാനിയൊക്കെ കരയോ ചോദിച്ചാ, രമണ മഹർഷിയെ തന്നെ നമ്മളെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത് രമണ ഭഗവാൻ ജ്ഞാനമാർഗം എന്ന് വെച്ചാൽ ഒരേ അടിക്ക് ജ്ഞാനമായിട്ട് ഭക്തിയൊന്നും ഇല്ലാതെ ഇരിക്കും അത്രേ. ഇടയ്ക്ക് രാമായണം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് നോക്കുമ്പോൾ കണ്ണീര് വിട്ടുകൊണ്ടിരിക്കും അത്രേ. എന്നിട്ട് അവിടെ പറയും, ഇതെല്ലാം പഠിക്കുന്ന ആൾക്ക് നിറയെ മനോബലം വേണം, എനക്കതില്ല. ഇതെപ്പടി പഠിക്കുന്നത്? ആശ്ചര്യം. ഇതൊക്കെ എല്ലാവരും പാരായണം ചെയ്ത് പറഞ്ഞു കൊടുക്കണൊക്കെ ഉണ്ട്. ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കണു? ഓരോ പേജ് അങ്ങോട്ട് മറിക്കും തോറും കണ്ണീര് വന്നുകൊണ്ടേ ഇരിക്കണം. എന്താണത്? അതാണ് ഭക്തി എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ട് എനിക്ക് വായിക്കാൻ പറ്റണില്ല, പഠിക്കാൻ പറ്റണില്ല. അതുപോലെ തന്നെ സിനിമ കണ്ടുകൊണ്ട്, ശിവഭക്തനായിട്ടുള്ള നന്ദനാർ സിനിമ, ഗോപാലകൃഷ്ണ ഭാരതിയാരുടെ പാട്ടും ഒക്കെ വെച്ചിട്ടുള്ള ആ നന്ദനാർ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ധാരധാരയായിട്ട് കണ്ണീര് വന്നുകൊണ്ടേയിരിക്കും അത്ര. നോക്കൂ, അത് സിനിമയാണ്, അത് ഇല്ലാത്തതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് ആ ഭക്തിമാർഗം, ആ ഭക്തി ജ്ഞാനമൊന്നും വേറെ ഒന്നും അല്ല. തസ്യ പ്രിയമേവ ശിരഃ. വേദം പറയണു ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയമാണ്. ആ പ്രിയം എന്താണ്? അത് ശിരസാണ്. ഒരു ഗരുഡനായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ ആ ഗരുഡന്റെ ശിരസാണ് പ്രിയം. മോദോ ദക്ഷിണ പക്ഷ പ്രമോദ ഉത്തര പക്ഷ. പ്രമോദം ഒക്കെ ഉണ്ടല്ലോ, അതിന് ബാലൻസ് ചെയ്യാനുള്ള ചിറകാണ്. ആനന്ദമാത്മാ. ആനന്ദമാണ് ആത്മാവിൻ്റെ ലക്ഷണം. ആത്മാവ് ആനന്ദമാണ്. അപ്പൊ പ്രിയം എന്ന് പറയണത് ആത്മാവിന് തൊട്ടറിയാനുള്ള വസ്തുവാണ്. എന്ന് വെച്ചാൽ പ്രിയം വേറെയല്ല, ആത്മാവ് വേറെയല്ല, പ്രിയം വേറെയല്ല, ഭക്തി വേറെയല്ല, പ്രിയം വേറെയല്ല, ജ്ഞാനം വേറെയല്ല. അപ്പോ രാമന്റെ കണ്ണീര് വിടുന്നത് കണ്ടപ്പോൾ ഹനുമാന് തോന്നി, എന്തിനാ ഈ പഹയൻ ഇങ്ങനെ കരയണത്? എന്തിനാ ഈ രാമൻ ഇങ്ങനെ കരയണത്? സീതയ്ക്ക് വേണ്ടി ഇങ്ങനെ കരയോ എന്നൊക്കെ ചോദിച്ച ഹനുമാൻ തിരിച്ചു വന്നിട്ട് പറയാണെന്നത്രേ. നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ സ്വാമിയൊക്കെ പറയണതാണ്, ഇത്രയല്ലേ രാമൻ കരഞ്ഞോളൂ എന്നാണ്. കാരണം ആ സീതയുടെ മഹത്വം അങ്ങനെയാണ്. ഇത്രയല്ലേ രാമൻ കരഞ്ഞോളൂ എന്നാണ്. എന്ന് വെച്ചാൽ അത്ര മഹത്വമേറിയതാണ് സീത, ഇത്രയേ കരഞ്ഞോളൂ എന്നാണ്. അപ്പൊ അതുപോലെ ആ രാമനെ ചുറ്റിപ്പറ്റി കണ്ടു ഭഗവാനെ എന്ന് പറഞ്ഞു അത്രേ. തതസുഗ്രീവസഹിതോ ഗത്വാ തീരം മഹോദതേ സമുദ്രം ശോഭയാമാസ ശരൈരാദിത്യ സന്നിഭോ. തത സുഗ്രീവ സഹിതോ. അവർ മീറ്റിംഗ് എല്ലാം കൂടി സുഗ്രീവന്റെ സഹിതം എന്ന് വെച്ചാൽ സുഗ്രീവ ആ വാനര കൂട്ടങ്ങൾ എല്ലാവരും ചേർന്ന് ഗത്വാ തീരം മഹോദതോ. ആ രാമേശ്വര തീരത്തിലേക്ക് വന്നു. ആ തീരം എങ്ങനെയാണ്? ഇപ്പൊ രാമേശ്വരത്തൊക്കെ പോയാൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഇറങ്ങിപ്പോയൊക്കെ സ്നാനം ചെയ്യാം, ഒക്കെ ചെയ്യാം. അതേ സമയത്ത് ധനുഷ്കോടിയിൽ പോയി നോക്കൂ, അവിടെ ഒരു സൈഡിൽ നല്ല തിര വരണു, ഒരു സൈഡിൽ തിരയില്ല. എങ്ങനെ ഈ തിര ഇല്ലാതായത്? വലിയ ഉഗ്രമായിട്ടുള്ള ക്ഷോഭയാമാസ, നല്ല ക്ഷോഭിച്ചുകൊണ്ടിരുന്ന കടലിനെ രാമൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആദിത്യ സന്നിഭവും, ആദിത്യ തുല്യമായിട്ടുള്ള ഒരു അസ്ത്രം വിട്ടു അത്രേ. എന്താ ആദിത്യം എന്ന വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞാൽ അതിഥി എന്നർത്ഥം. നമുക്ക് ഡെയിലി വരണ ഒരു അതിഥിയാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത്. കാലത്ത് നമുക്ക് കൃത്യസമയത്ത് ഈ അതിഥി വരും അത്രേ. ഈ അതിഥിക്കുള്ള പൂജ അർഹം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആദിത്യ പൂജയാണ് സന്ധ്യാവന്ദനം എന്ന് പറയുന്നത്. ഇത് പല വ്യാഖ്യാനമുണ്ട്. ഇത് ഒരേ ഒരു വ്യാഖ്യാനത്തിലൂടെ നമ്മൾ കാണാൻ പാടില്ല. പല വ്യാഖ്യാനത്തില് ആ ആദിത്യൻ ആരാണെന്ന് വെച്ചാൽ പ്രത്യക്ഷ സൂര്യനാരായണൻ. ആ പ്രത്യക്ഷ സൂര്യനാരായണനുള്ള ഒരു പൂജയാണ് സന്ധ്യാവന്ദനം. അർഘ്യം കൊടുക്കല്, പാദ്യം കൊടുക്കല്, ഗായത്രി ആരാധന, ഗായത്രി അർഘ്യം. ആ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്ത്, ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് അർഘ്യം പാദ്യമൊക്കെ കൊടുക്കുക. അതിൻ്റെ താപത്തിൽ നിന്നും, അല്ലേ, അസാവാദിത്യോ ബ്രഹ്മൈവ അഹമസ്മിഹി, ഞാൻ തന്നെയാണെന്നുള്ള ഭാവം. ഒരു അതിഥിയെ എന്നെ പോലെ സൽക്കരിക്കണം എന്നാണ്. അല്ലാതെ അതിഥിക്ക് വേറെ സൽക്കാരമൊന്നുമില്ല. ഞാൻ എന്നെ എങ്ങനെ
ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണോ അതുപോലെ അതിഥിയെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം അത്രേ. അപ്പൊ സൂര്യനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് എങ്ങനെയാണ്? അഹമസ്മി, ഞാൻ തന്നെയാണെന്ന് കാണണം. പോകുമ്പോഴും അസ്തമിക്കുമ്പോഴും അത് അസ്തമിക്കുന്നതിന് മുമ്പേയും ഒരു അർഘ്യം കൊടുത്തു വിടുക എന്നാണ്, പദ്യം കൊടുത്തു വിടുക. ആരാധന ചെയ്യൽ, നോക്കൂ, പ്രകൃതി ആരാധന എങ്ങനെയാണ്? അധ്യാരോപത്തിലൂടെ എല്ലാത്തിനും നമ്മൾ ഈശ്വരനായിട്ട്, മലയെയും കാടിനെയും ഒക്കെ ഈശ്വരനായിട്ട് കാണുക. അപ്പൊ വെറുതെ ഒരു സന്ദർഭത്തിൽ ആദിത്യ ശബ്ദത്തിന് ഒരു അർത്ഥം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ആ ആദിത്യ തുല്യം എന്ന് പറഞ്ഞാൽ നല്ല പവർഫുൾ ആയിട്ട്, പ്രാണനായിട്ട്, എനർജി വിട്ടുവന്നത്രേ. കടലിനെ പോലും അതിൻ്റെ സ്വഭാവത്തെ ഇല്ലാതാക്കാൻ തക്കതായിട്ടുള്ള, ഗാംഭീര്യത്തെ ഇല്ലാതാക്കാൻ തക്കതായിട്ടുള്ള ഒരു എനർജി. ആദിത്യം ഇതി പ്രാണഃ, ആദിത്യൻ പ്രാണനാണ്. അതുകൊണ്ടാണ് ആദിത്യൻ വരണ സമയത്ത് എല്ലാവരും ഇല്ലേ, നമ്മളെല്ലാവരും ഉണർവോടുകൂടി വരണത്. ആ ഉദിച്ചു വരണ സൂര്യനെ കാണുമ്പോൾ തന്നെ ഒരു ഉണർവ് വരണു അല്ലേ, ഒരു ഉത്തേജനം വരണു. ഇപ്പൊ സൂര്യകാന്തി പൂവെല്ലാം ഇതിനെ കണ്ട തല ഉയർത്തണു. ഇതൊരു ബലമാണ്. എന്താ ബലം എന്ന് വെച്ചാൽ പ്രാണശക്തിയാണ് ഇതിന് ചുറ്റും. അപ്പൊ അത്രയ്ക്കൊരു എനർജിയെ വിട്ടിട്ട് ഈ കടലിനെ അങ്ങോട്ട് ക്ഷോഭം ഇല്ലാതാക്കി. ദർശയാമാസ ചാത്മാനം സമുദ്രസരിതാം പതിഹി സമുദ്രവചനാച്ചൈവ നലം സേതും അകാരയത്. ദർശയാമാസ ചാത്മാനം സമുദ്രസരിതാം പതിഹി, ആ സരിത് പതിയായിട്ടുള്ള, സരിത് പതി എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ പതിയായിട്ടുള്ള വരുണൻ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട വരുണന്റെ അടുത്ത് നിവേദനം ചെയ്തു, ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു. സീതയെ തേടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാലം പണിയണം. ഈ പാലം, കടലിൽ നിന്നും ഒരു പാലം പണിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാവരും ഒന്നും ഹനുമാനെ പൊക്കിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ പാലം അങ്ങോട്ട് പണിയാണ്. എല്ലാവർക്കും അങ്ങോട്ട് പോകണം. ആ യുദ്ധ ഉദ്യമത്തെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ രാമന്റെ നിർദ്ദേശപ്രകാരം നളനെ ഈ സേതു പണിയാൻ വേണ്ടിയിട്ട് അവിടെ നിയമിച്ചു. തേനഗത്വാ പുരീം ലങ്കാം ഹത്വാ രാവണമാഹവേ രാമസീതാ അനുപ്രാപ്യ പരാം വ്രീഡാമുപാഗമത്. തേനഗത്വാ പുരീം ലങ്കാം, അങ്ങനെ ആ സേതു നിർമ്മാണം ചെയ്തു. ആ സേതു നിർമ്മാണമൊക്കെ നമ്മൾ വിശദമായിട്ട് കാണേണ്ടതാണ്. വളരെയധികം യജ്ഞം, പ്രവൃത്തി, അന്നം കൂടെ കഴിക്കാതെ ആ സീത മാതാവിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടു കൂടി വാനരന്മാരും അകൂട്ടരും ഒക്കെയും ഒരു അണ്ണാങ്കുഞ്ഞുകൂടെ ഇവിടെ നമ്മൾ കാണേണ്ടത്. വാൽമീകി നോക്കൂ, എന്തുകൊണ്ടാണ് രാമായണം ഉണ്ടായതെന്ന് വെച്ചാൽ രണ്ട് കിളികളുടെ മൈഥുനം, അതിൽ ഒരു കിളിയുടെ വേർപാടില് മറ്റൊരു കിളിയുടെ ശോകം വാൽമീകി സ്വയമേവ ആ കിളിയായി മാറും, അതിലൊരാളായിട്ട് മാറണു അത്രേ. ജ്ഞാനികളൊക്കെ അങ്ങനെയാണ്. രമണ ഭഗവാൻ നോക്കൂ, ഒരു നായി വന്നാൽ നായിയായിട്ട് മാറും, ഒരു പശു വന്നാൽ പശുവിൻ്റെ കൂടെ അങ്ങ് പോകും, ഒരു കുരങ്ങൻ വന്നാൽ കുരങ്ങൻ്റെ കൂടെ അങ്ങില്ലേ, ഒരു കാക്ക വന്നാൽ കാക്കയുടെ കൂടെ, അവരിൽ ഒരാളായിട്ട് മാറണം. എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഭയം പോയി എന്നർത്ഥം. ജ്ഞാനികളുടെ അടുത്തൊക്കെ ഈ ജീവജന്തുക്കൾക്കൊക്കെ ഒന്നും ഭയമേ ഇല്ല. മറ്റുള്ളവരുടെ അടുത്താണ് ഈ ഭയം വരണത്. കാരണം എന്താന്ന് വെച്ചാൽ അവരെപ്പ ടൈം സ്വഭാവം മാറുമെന്ന് അറിയില്ല. ജ്ഞാനികൾക്കിടയിൽ ആ അവസ്ഥയില്ല. ഇവിടെ തന്നെ കേരളത്തിലെ ചട്ടമ്പി സ്വാമിയെ കുറിച്ചൊരു കഥ പറയും അത്രേ. ഒരു വീട്ടില് എലി വലിയ ശല്യം. ചട്ടമ്പി സ്വാമി പറഞ്ഞു ഒന്നിനെയും ഹനിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ ആ വീട്ടുകാരൻ വളരെയധികം വിഷമത്തോടെ സ്വാമികളെ വിളിച്ചിട്ട് പറയും, സ്വാമികളെ നോക്കൂ, ഞാൻ ഇടാൻ വെച്ചിരുന്ന വസ്ത്രത്തെ എലി മുഴുവൻ കരണ്ടി വെച്ചിരിക്കുകയാണ്, ഇനി ഞാൻ വിഷം വെക്കും എന്ന് പറഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ചട്ടമ്പി സ്വാമി ഒരിടത്ത് പോയിട്ട് ഒരു വിസിലടിച്ചു അത്രേ. വിസിലടിച്ചപ്പോൾ എലിക്കൂട്ടങ്ങളെല്ലാം വന്ന് നിന്നു അത്ര. കഥ വിശ്വസിക്കണമെങ്കിൽ പോടെയും അല്ലേ, ഒരു ലോജിക്കും ഇല്ലാന്ന് നമ്മളൊക്കെ പറഞ്ഞു തള്ളും. പക്ഷെ എലി കൂട്ടങ്ങളായിട്ട് വന്ന് നിന്നു. എന്നിട്ട് ചട്ടമ്പി സ്വാമി ചോദിക്കാണ്, ഇതിൽ ആരാടാ ഈ മുണ്ടിനെ കടിച്ചതെന്ന് ചോദിച്ചു. ഒരു എലി മാത്രം ഇങ്ങനെ തല കുനിച്ച് നോക്കും. അതിനെ ആലോചിച്ച് നോക്കിയാൽ തന്നെ വളരെയധികം രസകരമാണ്. ഒരു എലി മാത്രം ഇങ്ങനെ തല കുനിച്ച് വന്ന് അപ്പുറത്ത് നിന്നു അത്ര. എന്നിട്ട് സ്വാമി പറയാണ്, നോക്കൂ, ഇനി ഇങ്ങനൊന്നും ചെയ്യരുത്, ഇവര് നമുക്ക് വിഷം വെക്കും എന്ന് വെച്ചാൽ എലിയിൽ ഒരാളായിട്ട് നമുക്ക് വിഷം വെക്കും എന്ന് പറഞ്ഞത്രേ. ജ്ഞാനികളൊക്കെ അങ്ങനെയാണ്.
ഇവിടെ രാമൻ എന്ത് ചെയ്തു? ഈ വാനരന്മാരോടൊത്തുകൂടി, ഒരു അണ്ണാൻകുഞ്ഞിനോടൊത്തുകൂടി ഒരു വലിയൊരു യജ്ഞം, ഒരു ഭഗീരഥ പ്രയത്നം അവിടെ നടന്നു. ആ കടലിൻ്റെ മാർഗത്തിൽ ഒരു പാലം പണിയാണ്. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.